അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹു ഒരുമിച്ച് നടന്നു പോവുകയായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഒരു തോട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു. അനസ് റളിയല്ലാഹു അൻഹു പുറമെ വെയിറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അപ്പം അവർക്ക് രണ്ടുപേർക്കും തമ്മിൽ ഇടയിൽ ഒരു മതിലുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അകത്തു നിന്ന് പറയുന്നത് അനസ് റളിയല്ലാഹു അൻഹുവിന് പുറത്തുനിന്ന് കേൾക്കാൻ കഴിയും. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു എന്തോ ഉറക്കെ പറയുകയാണ്. അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു എന്തായിരിക്കും പറയുന്നത് എന്നുള്ള രീതിയിൽ അത് കാതോർത്ത് കേൾക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഓ അമീറുൽ മുഅ്മിനീനായ ഉമറേ, നീ അള്ളാഹുവിനെ ഭയപ്പെട്ടു കൊള്ളുക, അതല്ലാത്ത പക്ഷം നീ അള്ളാഹുവിൻ്റെ ശിക്ഷക്കായി ഒരുങ്ങിക്കൊള്ളുക. സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹു പോലും അദ്ദേഹത്തിനെ ഓർമ്മപ്പെടുത്താനായി മറ്റെന്തിനെയോ പരിപാലിക്കുന്നത് പോലെ സ്വന്തം നഫ്സിനെ പരിപാലിക്കാനുള്ള ഒരു മാർഗമായിട്ട് ഇങ്ങനെ തന്നോട് തന്നെ സംസാരിച്ചിരുന്നതായിട്ട് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണമാണ് സുഫിയാനു സൗരി. അദ്ദേഹം വലിയൊരു പണ്ഡിതനായിരുന്നു. സുഫിയാനു സൗരി എപ്പോഴും ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ചെറിയ പെട്ടി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവും. അതിൻ്റെ ഉള്ളിലുള്ള ഒരു കടലാസിൽ എന്തോ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അദ്ദേഹം വായിച്ചുകൊണ്ടേയിരിക്കും. കുറേ മണിക്കൂർ കഴിഞ്ഞാലൊക്കെ വീണ്ടും ആ ഒരു കടലാസ് എടുത്ത് അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് വീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് ആ ഒരു പേപ്പർ കിട്ടാനിടയായി. അപ്പോൾ അതെന്താണെന്നുള്ളൊരു ആകാംക്ഷയിൽ അദ്ദേഹം ആ പേപ്പർ വായിച്ചപ്പോൾ ആ പേപ്പറിൽ ഉണ്ടായിരുന്നത്, ഓ സുഫിയാൻ സൗരി, നീ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്നതിനെക്കുറിച്ച് ഓർത്തുകൊള്ളുക. അതായിരുന്നു നമ്മളെ മുൻഗാമികൾ. അവർക്ക് അവരെ നഫ്സിനെ കൺട്രോൾ ചെയ്യാൻ, നഫ്സിനെ നിയന്ത്രിക്കാനായി നിരന്തരമായി ഓർമ്മിപ്പിക്കാൻ വേണ്ടി പല വഴികളും പല മാർഗങ്ങളും സ്വീകരിച്ചിരുന്നു. നമുക്കറിയാം, നഫ്സിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് അത് പണ്ടുള്ളവരാണെങ്കിലും ഈ കാലത്തുള്ളവരാണെന്നുണ്ടെങ്കിലും ഒരിക്കലും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ജിഹാദൻ നഫ്സ് എന്ന് പറയുന്നത്, അല്ലേ? നഫ്സിനെതിരായിട്ട് നമ്മൾ നഫ്സിൻ്റെ ആഗ്രഹങ്ങളെ ചെറുത്ത് നിൽക്കാനുള്ള ഒരു സമരം എന്നുള്ളത് അത് വളരെ ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള കാര്യമാണ്. കാരണം എന്താണ്? ആ ഒരു സമരം എന്നുള്ളത് നമ്മളെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ്. സ്വർഗത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിനെന്തായാലും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു. പക്ഷേ ഈ ഒരു രണ്ട് കഥകളിൽ നിന്നുമുള്ള നമുക്കുള്ള പ്രതിഫലനം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്മുടെ നഫ്സിനെ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്. എസ്പെഷ്യലി ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുമ്പം ഒരുപാട് ഫിത്നകൾ നമുക്ക് അറൗണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മളെങ്ങനെ നമ്മളെ നഫ്സിനെ കൺട്രോൾ ചെയ്യും? നമുക്കറിയാം, നഫ്സിൻ്റെ 3 അവസ്ഥകൾ എന്നുള്ളത്, നഫ്സിൻ്റെ ഏറ്റവും താഴ്ന്ന ലെവലുള്ള ആ ഒരു നഫ്സ് എന്ന് പറയുന്നത് നഫ്സുൽ അമ്മാറ ബിസ്സൂൾ. നമ്മളോട് ഏറ്റവും പൈശാചികമായിട്ടുള്ള പ്രവർത്തികൾ, ഏറ്റവും കൂടുതൽ തെറ്റുകൾ ഒക്കെ ചെയ്യാൻ കൽപ്പിക്കുന്ന ഒരു നഫ്സിൻ്റെ അവസ്ഥയാണ് നഫ്സുൽ അമ്മാറ ബിസ്സൂൾ എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഒരുപാട് കാലം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ തന്നെ തുടർന്നു പോവുകയും ആ വഴി നമ്മൾ എന്തായാലും നരകത്തിൽ ചെന്ന് പതിക്കുകയും ചെയ്യും. അതേസമയം നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അത് ആ നഫ്സിൻ്റെ അവസ്ഥയാണ് നഫ്സുൽ ലവ്വാമ എന്ന് പറയുന്നത്. നഫ്സുൽ ലവ്വാമ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു തെറ്റുകളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ, നമ്മൾ എന്താണോ തെറ്റ് ചെയ്യുന്നത് ആ തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കുള്ളിൽ തന്നെയുള്ളൊരു കുറ്റപ്പെടുത്തൽ, നമ്മൾ എന്തിനാണത് ചെയ്തത്, ഒരു എന്താ പറയുക, ഒരു റിഗ്രറ്റ് ഇല്ലേ നമുക്ക്, എന്തിനാണ് ഞാനത് ചെയ്തു പോയത് എന്നുള്ളത് രീതിയിൽ നമുക്ക് പശ്ചാത്താപം കാരണം നമ്മളെ സ്വയം കുറ്റപ്പെടുത്തും, അല്ലേ? ഞാനത് ചെയ്യേണ്ടിയിരുന്നില്ല, എന്തിനാണ് ഞാനത് ചെയ്തത്, അതിൽ നിന്ന് എങ്ങനെയെങ്കിലും പിന്തിരിഞ്ഞ് നിൽക്കായിരുന്നു എന്നൊക്കെയുള്ള നമ്മളെ നിരന്തരമായിട്ട് നമ്മളെ സ്വയം നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയിലുള്ള നഫ്സാണ് നഫ്സുൽ ലവ്വാമ എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നതും ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു നഫ്സിൻ്റെ സ്റ്റേജാണ്. അതായത് ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് ഒന്നുകിൽ അടുത്ത ലെവലായിട്ടുള്ള ഏറ്റവും പ്യുവറായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് വേർഷനായിട്ടുള്ള നഫ്സുൽ മുത്മഇന്നയിലേക്ക് നമുക്ക് പോവാം, അല്ലെ? എത്താനായിട്ട് പരിശ്രമിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് താഴേക്ക് വീണ്ടും പതിക്കാം, അതായത് നഫ്സുൽ അമ്മാറ ബിസ്സൂളിലേക്ക്. നമ്മളെ കുറ്റപ്പെടുത്തുന്നതിൽ നിന്നും നമ്മളെ തന്നെ നിരന്തരമായിട്ട് കുറ്റപ്പെടുത്തി ഇനിയിപ്പം ഞാൻ എന്തായാലും നന്നാവില്ല, ഞാൻ എത്രത്തോളം ശ്രമിച്ചിട്ടും ഞാൻ വീണ്ടും തെറ്റ് ചെയ്തു പോകുന്നു, അതുകൊണ്ട് പിന്നെ ഈ തെറ്റി തന്നെ തുടർന്നേക്കാന്നുള്ള രീതിയിൽ വീണ്ടും താഴോട്ടും പതിക്കാം. അപ്പോൾ മുന്നോട്ട് പോകണോ അല്ലെങ്കിൽ താഴോട്ട് പോകണോ എന്നുള്ള ഒരു അവസ്ഥ നമ്മൾ വീണ്ടെടുക്കേണ്ടത് ഈ നഫ്സുൽ ലവ്വാമ സ്റ്റേജിലാണ്.
അപ്പോൾ നഫ്സുൽ ലവ്വാമയും ഈ നഫ്സുൽ മുത്മഇന്നൊക്കെ തന്നെ ഒരു ദിവസം തന്നെ നമുക്ക് പിന്നെ എത്തിച്ചേരാവുന്ന അവസ്ഥകളാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ട കുറേ കാലം ഒരാൾ ലവ്വാമയിലായിരിക്കും, അല്ലെങ്കിൽ കുറേ കാലം അമ്മാറ ബിസൂലായിരിക്കും എന്നൊക്കെ. അങ്ങനെയും ആവാം, അതായത് അതിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നവർക്കും അങ്ങനെയുള്ള ഒരവസ്ഥയിൽ തന്നെ ആവാം. പക്ഷേ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മുത്മഇന്ന അവസ്ഥയിലെത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ പരിശ്രമം ആവശ്യമാണല്ലേ. ആ ജിഹാദ്, നമ്മളെ നഫ്സിനെതിരെയുള്ള ആ ജിഹാദ് നമ്മൾ നിരന്തരമായിട്ട് തുടർന്നുകൊണ്ടേയിരിക്കണം. അതിന് നമുക്ക് ഈ ഓർമ്മപ്പെടുത്തലുകൾ, നമ്മളെ ഈ ഇത്രയും ഡിസ്ട്രാക്ഷൻസ് ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നിരന്തരമായിട്ട് ഓർമ്മപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ഏറ്റവും താഴ്ന്ന നഫ്സിലായിരിക്കും ഏറ്റവും കൂടുതൽ സമയം ഉണ്ടാവുക അല്ലേ. അപ്പോൾ ആ ഒരു റിഫ്ലക്ഷൻസിൻ്റെ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ഏത് അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നഫ്സുൽ ലവ്വാമയിലാണോ അല്ലെങ്കിൽ നഫ്സുൽ അമ്മാറ ബിസൂലിലാണോ? അതല്ല, നമ്മൾ ഏറ്റവും പീസ്ഫുള്ളായിട്ടുള്ള, ഏറ്റവും ശാന്തമായ അവസ്ഥയിൽ, ഏറ്റവും സ്വസ്ഥമായ അവസ്ഥയിൽ നമ്മൾ ആ നഫ്സുൽ മുത്മഇന്നയിൽ ആനന്ദം കണ്ടെത്തി ഇരിക്കുന്നവരാണോ എന്നുള്ളത് നമ്മൾ ആദ്യം റിഫ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അപ്പം വരുന്നൊരു ചോദ്യമാണ്, നമ്മൾ നഫ്സുൽ ലവ്വാമ സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ആ നഫ്സുൽ മുത്മഇന്ന, എങ്ങനെയാണ് ഞാൻ എൻ്റെ നഫ്സിനെ കൺട്രോൾ ചെയ്യുക അല്ലേ? നഫ്സുൽ ലവ്വാമയിലിരിക്കുന്ന ഒരാൾക്ക് ഓക്കെ, ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയി, പക്ഷേ എനിക്ക് എങ്ങനെ ഇനി അങ്ങോട്ട് മുത്മഇന്നയിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നുള്ളത്. അതേപോലെ ഞാൻ എന്തൊക്കെ ചെയ്താലാണ് ഞാൻ വീണ്ടും താഴോട്ട് നിലംപതിക്കുക, നഫ്സുൽ അമ്മാറ ബിസൂൾ എന്ന അവസ്ഥയിലേക്ക് ഞാൻ എങ്ങനെയാണ് നിലംപതിക്കുന്നത്. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ അറിയേണ്ടതെന്ന് പറയുന്നത്, നഫ്സുൽ ലവ്വാമയിൽ നിന്ന് നഫ്സുൽ അമ്മാറ ബിസൂലിലേക്ക് നമ്മളെ താഴോട്ട് പതിപ്പിക്കുന്ന ഏറ്റവും 2 വലിയ ശക്തികളാണ്. ഒന്ന് നമ്മളെ ആഗ്രഹങ്ങളും, നമ്മളെ നഫ്സിൻ്റെ ആഗ്രഹങ്ങളും, അതുപോലെ തന്നെ നമ്മളെ സംശയങ്ങളും, ശുബഹാത്തും ഷഹവാത്തും എന്നറിയില്ലേ. അപ്പോൾ നമ്മളെ നഫ്സിന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. നമ്മൾ സമൂഹത്തിൽ ഒരുപാട് ട്രെൻഡുകൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഒരുപാട് നമ്മുടെ ചുറ്റും പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത് അള്ളാഹു വിലക്കിയ കാര്യമാണോ അല്ലെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യമാണോ എന്നുള്ളത് ആലോചിക്കാണ്ട് നമ്മൾ ഗോയിങ് വിത്ത് എ ട്രെൻഡ് എന്ന് പറയില്ലേ, നമ്മൾ എന്താണോ ട്രെൻഡ് അതിനനുസരിച്ച് നമ്മൾ നീങ്ങുക. അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇപ്പം നോക്കിയാൽ ശരിയാവില്ല, കാലത്തിനനുസരിച്ച് നീങ്ങുക എന്നുള്ള രീതിയിൽ നമ്മൾ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നമ്മൾ തന്നെ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ മാറ്റിമറിച്ച് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളെ ആഗ്രഹങ്ങളെ, നമ്മളെ സംശയങ്ങളെ പിന്തുടർന്ന് ജീവിക്കുന്നവരാണത്. അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ശക്തിയാണ് ശൈത്താൻ്റെ വസ്വസ എന്നുള്ളതല്ലേ. ഈ വസ്വസയിൽ നിന്നും നമ്മൾ രക്ഷ തേടാതെ അല്ലേ, ഈ വസ്വസയിൽ നിന്ന് രക്ഷ തേടാനുള്ള പല മാർഗങ്ങളും നമുക്കുണ്ട്. പക്ഷേ അതൊന്നും സ്വീകരിക്കാതെ ശൈത്താൻ എന്താണോ നമ്മളോട് മന്ത്രിക്കുന്നത് അതിനെ പിന്തുടർന്ന് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ അമ്മാറ ബിസൂയിൽ തന്നെ നിലംപതിച്ച് അതിലേക്ക് നമ്മളായി പോകുന്നത്. അതെല്ലാം നമുക്ക് നഫ്സുൽ ലവ്വാമയിൽ നിന്നും നമുക്ക് ഏറ്റവും ഉയർന്ന് നമുക്ക് അടുത്ത സ്റ്റേജിൽ എത്തണം എന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാം. 2 കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളത് ഒരു ആക്ഷൻ പ്ലാനായിട്ട് നമ്മളെല്ലാവരും ജീവിതത്തിൽ അങ്ങോട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട ഒരു ആക്ഷൻ പ്ലാനായിട്ട് വേണമെങ്കിൽ നോട്ട് ചെയ്യാം. അതായത് 2 കാര്യങ്ങൾ എന്നുള്ളത്, ഒന്നാമത്തത് മുറാഖബ എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ റാഖിബ് എന്ന് പറയുമ്പം അള്ളാഹു സുബ്ഹാനഹു തആല റാഖിബാണ്. റാഖിബ് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ എപ്പോഴും സദാസമയവും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സൃഷ്ടാവാണ് അല്ലേ. നമ്മൾ ഈ ഒരു പ്രാക്ടീസ് മുറാഖബ എന്ന് പറയുമ്പം അള്ളാഹു സുബ്ഹാനഹു തആല എന്നെ ഏത് സമയവും വീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളൊരു ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ആ മുറാഖബ പ്രാക്ടീസ് ചെയ്യുന്നത് അല്ലേ. എപ്പോഴും അള്ളാഹു സുബ്ഹാനഹു തആല എന്നെ വീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളൊരു സദാസമയം നമ്മളെ മനസ്സിലൊരു ബോധം ഉണ്ടാവുക. അതുപോലെ തന്നെ മറ്റൊരു മാർഗമാണ് മുഹാസബ എന്ന് പറയുന്നത്. മുഹാസബ എന്ന് പറയുമ്പോൾ നമ്മളെ ഹിസാബ്, അതായത് നമ്മൾ എപ്പോഴും നമ്മളെ ഒരു കണക്ക്, നമുക്ക് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു അക്കൗണ്ടബിലിറ്റി, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഉറങ്ങാൻ സമയത്തോ അല്ലെങ്കിൽ എപ്പോഴും നമ്മളെ കണക്കെടുത്തുകൊണ്ടേയിരിക്കുക അല്ലേ. ഞാൻ എന്തെല്ലാം ചെയ്തു, എൻ്റെ നഫ്സ് എന്തെല്ലാം ഇന്ന് ചെയ്തു, ഞാൻ എന്നുള്ള
വ്യക്തി ഇന്ന് എന്തെല്ലാം തെറ്റുകൾ ചെയ്തു, നന്മകൾ ചെയ്തു, ഇങ്ങനെയുള്ള ഓരോ ദിവസവും എന്നുള്ള തരത്തിൽ നമ്മളെ തന്നെ കണക്കെടുത്തുകൊണ്ടേയിരിക്കുക. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന എന്താണ്, മറ്റുള്ളവരെന്ത് ചെയ്യുന്നു എന്നുള്ളൊരു കണക്കെടുപ്പാണ് നമുക്ക് എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുക അല്ലേ. അവരെന്ത് ചെയ്തു, ഇവരെന്ത് ചെയ്തു, അവർ ചെയ്തത് തെറ്റാണോ, അവരെ ഉപദേശിക്കണം, ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഈവൻ കുട്ടികളെ നമ്മൾ ഡിസിപ്ലിൻ ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയോ നമ്മളെ സ്വയം കണക്കെടുത്തുകൊണ്ടിരിക്കുക. നമ്മളെ നെഫ്സിനോട് ചോദിക്കുക, നീ ഇന്ന് എന്ത് ചെയ്തു അല്ലേ, നീ ഇന്ന് എന്താണ് തെറ്റ് ചെയ്തത്, അല്ലെങ്കിൽ നീ ഇന്ന് എന്ത് നന്മയാണ് ചെയ്തത്. ഈ ഒരു കണക്കെടുപ്പ് എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. മുറാഖബ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഡിവൈനായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും നമ്മൾ ദൈവികമായിട്ടുള്ള ക്യാമറൻ്റെ താഴെയാണ് നമ്മളുള്ളത് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവുക. മുറാഖബ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളിപ്പം ഒരു പബ്ലിക് പ്ലേസിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഏറ്റവും ബെസ്റ്റ് വേർഷനായിരിക്കും ആ ഒരു സമയത്ത് കാണിക്കുക. നമ്മളൊരിക്കലും പബ്ലിക്കിൽ പോയിട്ട് വീട്ടിൽ പെരുമാറുന്ന അതേ പെരുമാറ്റം തന്നെ കാണിക്കില്ല. കാരണം എന്താണ്, നമ്മൾ പബ്ലിക്കിനെ പലപ്പോഴും അവർ വീക്ഷിക്കുന്നുണ്ടല്ലോ, ആരെങ്കിലും കണ്ടാലോ എന്നുള്ളൊരു മുൻകരുതലുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ആരുമല്ലാത്ത ജനങ്ങളെ നമ്മൾ അവരെന്ത് വിചാരിക്കുന്നു ഭയപ്പെടുന്നുണ്ടെങ്കിൽ നാളെ പരലോകത്ത് വെച്ച് നമ്മളെ ഓരോ ചെറിയ കുഞ്ഞു പ്രവർത്തിക്ക് പോലും ഹിസാബ് ഉണ്ടാകുന്ന അള്ളാഹുവിനെ നമ്മൾ ഭയപ്പെട്ട് ജീവിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എത്ര ചിന്തിക്കണം അല്ലേ. ഒരിക്കൽ ജുനൈദ് അൽ ബാഗ്ദാദിയോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, എതിർ ലിംഗത്തെ നോക്കുന്നതിൽ നിന്നും എന്നെ രക്ഷിക്കാൻ സഹായകമായിട്ടുള്ള എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ. ജുനൈദ് അൽ ബാഗ്ദാദി അദ്ദേഹത്തിന് കൊടുക്കുന്ന മറുപടിയുണ്ട്. അതായത്, നീ നിൻ്റെ എതിർലിംഗത്തെ ദൃഷ്ടി പായിക്കുന്നതിൻ്റെ മുന്നേ തന്നെ അള്ളാഹുവിൻ്റെ ദൃഷ്ടി നിന്നിൽ പതിയും എന്ന് നീ ഓർക്കുക. അതായത് നമ്മളൊരു ഓപ്പോസിറ്റ് ജെൻഡറിനെ നമ്മൾ നോക്കി നിൽക്കുന്ന ആ ഒരു നോട്ടം പതിയുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മളിലേക്ക് അള്ളാഹു നോക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടെങ്കിൽ, ആ ഒരു ബോധവാന്മാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ പല കാര്യങ്ങളിൽ നിന്നും നമുക്ക് നമ്മളെ തന്നെ തടഞ്ഞു നിർത്താം അല്ലേ. ആ ഒരു മുഹാസബ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ പകർത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ തഖ്വ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. എപ്പോഴും അള്ളാഹുവിൻ്റെ അധീനതയിലാണ് നമ്മളുള്ളത് എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോധവാന്മാരാകും. മുറാഖബ എന്നുള്ളതിൻ്റെ ഒരു വിപരീതമായി വരുന്ന കാര്യമാണ് ഗഫ്ല എന്നുള്ളത്. ഗഫ്ല എന്ന് പറയുമ്പം നമ്മളൊരു കാര്യത്തിലും ബോധവാന്മാരല്ലാതാവുക, ഒരു ബോധമില്ലാത്തവരാവാന്നറിയില്ലേ. അതായത് നമ്മൾ ഒരിക്കലും ഒരു ശ്രദ്ധയില്ലാത്തവരാവാം, അതിനെയാണ് ഗഫ്ല എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നതും അല്ലെങ്കിൽ നമ്മളെ അധപ്പതനത്തിന് തന്നെ കാരണം എന്താണ്, അശ്രദ്ധരായിട്ട് നടക്കുന്നതുകൊണ്ടിട്ട് തന്നെയാണല്ലേ. നമുക്കൊരു കാര്യത്തിലും ബോധമില്ല, ഈ ദുനിയാവിൻ്റെ കാര്യങ്ങൾ മാത്രം കുറച്ച് നോക്കി നടക്കുക. നമ്മൾ രാവിലെ എണീക്കുക, യാന്ത്രികമായിട്ട് നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുക, സമൂഹത്തിനോടൊത്ത് നീങ്ങുക, പുതിയ ട്രെൻഡ് എന്തൊക്കെയാണ് അതിനോടൊത്ത് നീങ്ങുക. ഇതല്ലാതെ നമ്മളൊരു ശ്രദ്ധ കൊടുത്ത്, നമ്മളൊരു ചിന്ത കൊടുത്ത് നമ്മൾ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത് അല്ലേ, നമ്മളെ ജീവിത ലക്ഷ്യം എന്താണ് എന്നുള്ളതിനെ പറ്റി കൂടുതൽ ആലോചിക്കാതെ ആ ഒരു ശ്രദ്ധയില്ലായ്മയിലാകുന്നതാണ് നമ്മളെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. നമ്മളെ ഏറ്റവും വലിയ ഫിത്ന എന്നുള്ളതും ഇക്കാലത്ത് ഫോൺ എന്നുള്ളതാണ്. ഇങ്ങനെ സോഷ്യൽ മീഡിയ എന്ത് പറയുന്നു, സോഷ്യൽ മീഡിയ എന്ത് ചിന്തിക്കുന്നു, നമ്മളെ അത്രത്തോളം ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി, നമ്മൾ അത്രത്തോളം അശ്രദ്ധയിലാക്കാൻ വേണ്ടി നമ്മളെ ശ്രദ്ധ എന്തിലേക്കാണ് പോകുന്നത് എന്നുള്ളതനുസരിച്ച് അതിൻ്റെ അൽഗോരിതം പഠിച്ച് നമ്മളെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്രയോ മുതലാളിമാർ അല്ലേ, എത്രയോ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. നമ്മളെ ശ്രദ്ധയാണ് അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അതിലൂടെയാണ് അവർ പണം ഉണ്ടാക്കുന്നത്. ഏത് സോഷ്യൽ മീഡിയ കമ്പനിയാണെന്നുണ്ടെങ്കിലും. അപ്പോൾ ആ സോഷ്യൽ മീഡിയ നമ്മൾ ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കല്ലേ. അതായത് അതിലുള്ള നല്ല കാര്യങ്ങൾ മാത്രം, അതിൽ നമ്മൾ എങ്ങനെയാണോ ആ സോഷ്യൽ മീഡിയ സമയം ഉപയോഗിക്കുന്നത് അത് നമ്മൾ ഏറ്റവും നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ, ഇഹലോകത്തും പരലോകത്തും ഉപകാരപ്പെടുന്ന രീതിയിലാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫോണിൻ്റെ സെറ്റിങ്സ് പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കുമ്പം അതിൻ്റെ യൂസേജ് എത്രത്തോളം സമയം നമ്മളത് യൂസ് ചെയ്യണം എന്നുള്ളത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മെസ്സേജ് വരുന്ന, റിമൈൻഡർ വരുന്ന തരത്തിലുള്ള സെറ്റിങ്സ് നോക്കി അതെല്ലാം ചെയ്തു വെക്കുക. അതുപോലെ തന്നെ നമസ്കാരത്തിൻ്റെ സമയമായി കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ തരുന്ന തരത്തിലുള്ള ബാങ്കിൻ്റെ അദാനിൻ്റെ ആപ്പുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കത് നമ്മളോട് തന്നെ ഉണർത്തുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പേപ്പറിൽ എഴുതി ഓർമ്മപ്പെടുത്തലായി ഉപയോഗിച്ചതുപോലെ തന്നെ നമ്മളെ കയ്യിൽ ഇപ്പോൾ ഏത് സമയവും നമ്മൾ ഫോണാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഫോണിൽ
നമുക്ക് ഫോണിലുള്ള ആപ്സ് തന്നെ അല്ലെങ്കിൽ നമ്മൾ ഫോണിൻ്റെ ഫങ്ഷൻസ് തന്നെ ഉപയോഗിച്ച് നമുക്കുള്ള റിമൈൻഡേഴ്സ് വെച്ച് നമുക്ക് ആ ഒരു ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി പെട്ടെന്ന് നമുക്കൊരു റിമൈൻഡർ കിട്ടുമ്പം അതെങ്കിലും അത് പ്രയോജനപ്പെടുത്താൻ നോക്കുക. നമുക്ക് ആ ഡോപ്പമിൻ ലൂപ്പിൽ പെട്ടുപോയി കഴിഞ്ഞാൽ, അതായത് നമ്മൾ ചെറിയ ഷോർട്ട് റീൽസ് കണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അറിയാണ്ട് തന്നെ ഇങ്ങനെ കുറേ അതിൻ്റെ അടുത്തടുത്ത് കണ്ടുകൊണ്ടേയിരിക്കില്ലേ. അതായത് ഇൻ്റർമിറ്റൻ്റ് ഡോപ്പമിൻ റിലീസ് എന്ന് പറയും. നമുക്ക് അടുത്ത ഒരു നല്ല ഏറ്റവും കൂടുതൽ ഡോപ്പമിൻ ലഭിക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും നല്ല കണ്ടൻറ്റ് അടുത്ത് വരുമായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ നിരന്തരമായിട്ട് ആ ഡൂം സ്ക്രോളിങ് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കില്ലേ. നമ്മൾ പോലും അറിയാതെ നമ്മളെ ബ്രെയിൻ കെമിസ്ട്രി ചേഞ്ച് ചെയ്യുന്നുണ്ടല്ലേ. ആ തരത്തിൽ അഡിക്റ്റഡ് ആയിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി പല മാർഗ്ഗങ്ങളും സ്വീകരിക്കേണ്ടതുണ്ട്. നമ്മളെ ദിക്ർ എന്ന് പറയുന്നത് നമ്മളെ വലിയൊരു ഡിസ്ട്രാക്ഷൻ ഇല്ലാതാക്കാനുള്ള വലിയൊരു മാർഗ്ഗമാണ് നമ്മളെ ദിക്ർ എന്ന് പറയുന്നത്. നമ്മൾ ഫോണ് മാറ്റിവെച്ച് ഖുർആൻ കയ്യിലെടുത്ത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ ഡിസ്ട്രാക്റ്റഡ് ആവുന്നത് തടയാൻ നമുക്ക് കഴിയും. അതായത് ഹാർഡ് കോപ്പീസ് ആയിട്ടുള്ള ബുക്കുകൾ വായിക്കുക, അതുപോലെ ഖുർആൻ എടുത്ത് വായിക്കുക, ദിക്ർ ചൊല്ലുക, ഇതുപോലെയുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതുണ്ടല്ലേ. നമ്മൾ ഒരുപാട് ഇങ്ങനെ ഫോണിൽ നമുക്ക് ഇൻഫർമേഷൻ തരികയാണ്, അത് നല്ല കാര്യമാണ്, അറിയുന്ന കാര്യമാണ്, അറിവിൻ്റെ കാര്യമാണെന്ന് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ വെറും തോന്നലാണ്. നമുക്ക് ഒരുപാട് അറിവുകളോ അല്ലെങ്കിൽ ഒരുപാട് ഇൻഫർമേഷനോ നേടേണ്ട ആവശ്യമൊന്നുമില്ലല്ലേ. നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. നമുക്കിങ്ങനെ ഒരുപാട് ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരിക്കലും നമുക്ക് എത്ര ശ്രമിച്ചാലും അപ്ഡേറ്റഡ് ആവാൻ പറ്റൂലല്ലേ. എന്തായാലും നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് സംഭവിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പരിമിതമായിട്ടുള്ള അറിവുകൾ തന്നെ നമുക്ക് ഒതുങ്ങി നിൽക്കാന്നുള്ളൊരു ചിന്ത ആദ്യം നമുക്ക് വേണം. ഒരുപാട് കാര്യങ്ങൾ ഇത് നല്ലതിനല്ലേ നോക്കി നമ്മൾ ഒരുപാട് വീഡിയോയിൽ മുഴുകി പോകാൻ പാടില്ല. മൈൻഡ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതായത് നമ്മളെ ഫോണിലുള്ള പല ആപ്പുകളുണ്ടല്ലോ, നമ്മൾ ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റ ആണെന്നുണ്ടെങ്കിലും യൂട്യൂബ് ആണെന്നുണ്ടെങ്കിലും ആ ആപ്സ് അതുപോലെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്തിട്ട് അത് നമ്മൾ ഓരോ സമയവും നമ്മൾ ലോഗിൻ ചെയ്യേണ്ട ഒരു അവസ്ഥയിലെത്തിക്കാം. അതായത് നമ്മളെ പാസ്വേഡും നമ്മളെ യൂസർ നെയിമും ഒക്കെ എൻ്റർ ചെയ്തിട്ട് ലോഗിൻ ചെയ്യണം എന്നുള്ള രീതിയിൽ ലോക്ക്ഡ് ഔട്ട് ആക്കിയിട്ട് എപ്പോഴും വെക്കുക. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു സോഷ്യൽ മീഡിയ പെട്ടെന്നുള്ള ആക്സസ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാരിയേഴ്സായിട്ട്, ഒരു തടസ്സമായിട്ട് ഇത് മാറും. അപ്പോൾ നമുക്ക് എന്താണ്, ആ ആപ്പിൽ ഇങ്ങനെ നമ്മൾ ലോഗ്ഡ് ഇൻ ആയിട്ട് കിടക്കുന്നത് ചെയ്യുമ്പോഴുള്ള ആ യൂസേജിനേക്കാളും നമ്മളിങ്ങനെ ആപ്പൊക്കെ ഡിലീറ്റ് ചെയ്ത് കുറച്ചൊരു തടസ്സം വെക്കുന്നത് സൈക്കോളജിക്കലി തന്നെ, അല്ലെങ്കിൽ അതൊരു എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ കൂടുതൽ നമ്മൾ സ്ക്രീന് ലെസ് അട്രാക്റ്റീവായിട്ട് വെക്കുക, ഈ ഗ്രേ സ്കെയിലോട്ട് മാറുക, ഫോണിനെ നമുക്ക് കണ്ണിനധികം പ്ലീസിങ് അല്ലാത്ത രീതിയിലൊക്കെ മാറ്റിയിട്ട് ഫോണ് എന്നുള്ള ഒരു ഉപയോഗം എത്രയും കുറക്കാൻ നമ്മൾ നോക്കുക. വളരെ അത്യാവശ്യത്തിന് വേണ്ടി മാത്രം ഫോൺ നോക്കുക. പിന്നെ ഒരുപാട് അനാവശ്യമായിട്ടുള്ള ഗ്രൂപ്പുകളിൽ നിൽക്കാതെ ആവശ്യത്തിന് മാത്രമുള്ള ഗ്രൂപ്പുകളിൽ നിൽക്കുക. മതപരമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് തിരഞ്ഞെടുത്ത് അതിനെ കൺസിസ്റ്റൻ്റായിട്ട് ഫോളോ ചെയ്യുക. നമ്മൾ ഒരുപാട് ഗ്രൂപ്പ് കയറി ഭയങ്കരമായിട്ട് അതൊന്നും ഇതൊന്നും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പെട്ടെന്ന് മടുക്കും. സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാൻ വേണ്ടി ഒരൊറ്റ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുക, അതിനെ നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് അത് പിന്തുടർന്നു കൊണ്ടേയിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി എന്ന് പറയുന്നത് തന്നെ നമ്മൾ നിരന്തരമായി ചെയ്യുന്ന, അത് ചെറിയ ഒരു പ്രവൃത്തിയാണെന്നുണ്ടെങ്കിൽ നിരന്തരമായി ചെയ്യുന്ന പ്രവൃത്തിയാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. വാരി വലിച്ച് നമ്മൾ ഓരോന്നും ചെയ്യാതെ വളരെ ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ നിർവഹിക്കുക. നമ്മൾ നെഫ്സിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു ഭാഗമാണിപ്പോൾ സോഷ്യൽ മീഡിയ ഓൾസോ കൺട്രോൾ ചെയ്യുക എന്നുള്ളതല്ലേ. കാരണം അത് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു സ്വയം റിഫ്ലക്ഷൻ ചെയ്യാനൊക്കെയുള്ള സമയം നമുക്കതിൽ നിന്ന് കിട്ടുള്ളൂ. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലായി കഴിഞ്ഞാൽ നമ്മളെ സമയം നമ്മൾ പിന്നെ അടുത്തത് നമ്മൾ നെഫ്സുൽ ലവാമി ആയിരിക്കില്ലേ. അതായത് നമ്മൾ എന്തിന് ഈ വെറുതെ സമയം പോക്കിയ റീൽസ് കണ്ട് ഒരുപാട് സമയം പോയി എന്നുള്ള രീതിയിൽ നമ്മൾ വീണ്ടും ആ കുറ്റപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ നമ്മൾ എടുക്കുക. ഈ ഏറ്റവും കൂടുതൽ പുണ്യ ദിനങ്ങളായിട്ടുള്ള ഈ ദുൽഹിജ്ജയിൽ നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അള്ളാഹു എൻ്റെ എല്ലാ മറ്റ് പ്രയോറിറ്റി നമ്മൾ ജീവിതത്തിൽ കൊടുക്കുന്ന എല്ലാത്തിനേക്കാളും എനിക്ക് എൻ്റെ പ്രാധാന്യം അർഹിക്കുന്ന ആൾ അള്ളാഹുവാണ്, എൻ്റെ സൃഷ്ടാവാണെന്നുള്ള ബോധത്തോടു കൂടി അള്ളാഹു അക്ബർ പറയാൻ ശ്രമിക്കുക ഈ ദിവസങ്ങളിൽ. അതുപോലെ തന്നെ അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാ പറയാൻ ശ്രമിക്കുക. അതായത് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും, എൻ്റെ ജീവിതത്തിലുള്ള എനിക്ക് അള്ളാഹു നൽകിയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളെക്കാളും എത്രത്തോളം ഞാൻ സ്തുതിച്ചാൽ പോലും മതിയാവാത്ത രീതിയിൽ സ്തുത്യർഹനാണ് അള്ളാഹു, മതിയാവാത്ത രീതിയിൽ അനുഗ്രഹം നൽകിയവനാണ് അള്ളാഹു എന്ന രീതിയിൽ ആ ശുക്രോടുകൂടെ തന്നെ അൽഹംദുലില്ലാ പറയാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ
ലോകത്തെ മറ്റൊന്നും, ഈ ലോകത്ത് മറ്റൊന്നിനെയും, മറ്റൊന്നിനെയും ഞാൻ ആരാധിക്കുന്നില്ല, അല്ലേ? ഒരു വസ്തുവിനെയും ഞാൻ ആരാധിക്കുന്നില്ല. നമ്മൾ ആരാധന എന്ന് പറയുമ്പോൾ നമ്മൾ ഷിർക്ക് കാണിക്കുമ്പം ആ ആരാധനക്ക് പങ്കു ചേർക്കാന്ന് പറയുന്നത് അതൊരു മനുഷ്യനെ തന്നെ ആവണമെന്നില്ല. നമ്മൾ എന്തെങ്കിലും വസ്തുക്കൾ, നമ്മളെ ആഗ്രഹത്തെ നമ്മൾ ആരാധിക്കുന്നവരുണ്ടാവില്ലേ? അവനവൻ്റെ ആഗ്രഹങ്ങളെയും നമുക്ക് ആരാധിക്കാം, അല്ലേ? എൻ്റെ ഇലാഹായിട്ട് എൻ്റെ ആഗ്രഹങ്ങളെ എനിക്ക് മാറ്റാം, അല്ലേ? അതായത് ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം വലുതാണ്, ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം എനിക്ക് ചെയ്യണം, അങ്ങനെയുള്ള ഒരു തരത്തിൽ നമ്മളെ ആഗ്രഹങ്ങളെ നമ്മൾ ഇലാഹാക്കുന്നു മാറ്റുന്നുണ്ടോ എന്ന് പോലും നമ്മൾ ശ്രദ്ധിക്കണം, അല്ലേ? അപ്പോൾ എല്ലാത്തിനേക്കാളും, എൻ്റെ ആഗ്രഹങ്ങളെക്കാളും എനിക്ക് എൻ്റെ ഇലാഹായിട്ടുള്ള അള്ളാഹുവാണ് എനിക്ക് വലുത്. ആ ഇലാഹല്ലാതെ ഞാൻ മറ്റൊന്നിനെയോ അല്ലെങ്കിൽ മറ്റൊരാളെയോ ആരാധിക്കുന്നില്ല എന്നുള്ള ഉള്ളിൽ നിന്നുള്ള അത്രയും ദൃഢപ്രതിജ്ഞയോടുകൂടി തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതും ഈ ഒരു ദിവസങ്ങളിലും ഇനി എപ്പോഴും തുടർന്നുള്ള ജീവിതത്തിലും നമുക്ക് പറയാൻ സാധിക്കട്ടെ. പുണ്യമായിട്ടുള്ള ഈ ദുൽഹിജ്ജ ദിവസങ്ങളിലുള്ള എല്ലാ ദിക്റുകളും, എല്ലാ അമലി സ്വാലിഹാത്തായുള്ള എല്ലാ പ്രവർത്തനങ്ങളും, നമ്മളെ അറഫ നോമ്പ് എന്നീ ദിവസത്തിലുള്ള പ്രാർത്ഥനയും എല്ലാം തന്നെ ഏറ്റവും സ്വാലിഹായ, അള്ളാഹു അവൻ്റെ തൃപ്തിയോടുകൂടി സ്വീകരിക്കുന്ന ഏറ്റവും നല്ല സൽക്കർമ്മങ്ങളാക്കി അത് നമ്മളിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.